ഡോക്ടർ ശിവപ്രസാദ്. നിർഭാഗ്യവശാൽ എൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരും ഒന്നാണ്. അപ്പോൾ അദ്ദേഹം മുകളിലെ അദ്ദേഹത്തിൻ്റെ സുഖലോലുപതയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് ചർച്ച നടത്തിയിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇയർ ബാഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി ആരെയും ഇപ്പോൾ പുറത്താക്കുന്നില്ല, ഇപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലിരുത്താം എന്ന് തീരുമാനിച്ചു. ഏതിൻ്റെ ഫലമായി? SFI നടത്തിയ സമരത്തിൻ്റെ ഫലമായി. ആ സമരം തുടർന്ന് ഇയർ ഔട്ട് സിസ്റ്റം ഇപ്പോൾ ഏതാണ്ട് ഈ അക്കാഡമിക് ഇയറിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒഴിവാക്കിയിരിക്കുക. എന്നാൽ SFI ഈ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഈ കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 3 ബാച്ചിൽ, ഇപ്പോഴത്തെ ബാച്ച് മാറ്റി നിർത്തിയാൽ 3 പ്രധാനപ്പെട്ട ബാച്ചിലെ വിദ്യാർത്ഥികൾ കൂടി അഡ്മിഷൻ എടുത്തപ്പോൾ പഠിക്കുകയാണ്. ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, ഇയർ ഔട്ട് സംവിധാനം നിലവിൽ KTU സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്ക് മേലിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി SFI ഉയർത്തുന്ന മുദ്രാവാക്യം. അതിന് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, അതിന് ഓർഡറുകൾ ഇറങ്ങേണ്ടതുണ്ട്. ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമായി മൂളേക്ക് പോയി. നിങ്ങളുടെ കുറച്ച് മാധ്യമപ്രവർത്തകർ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇതൊരു സർവകലാശാലയല്ലേ, ഞങ്ങൾ വിദ്യാർത്ഥികളല്ലേ, ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ കോമൺ സെൻസിൽ ചോദിക്കട്ടെ. ഞങ്ങൾ മോളേക്ക് പോയപ്പോൾ VC ഇല്ല, ശരി, VC വേണ്ട. പ്രോ VC ഉണ്ടോ KTUവിൽ പ്രോ VC ഇല്ല. 2, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഉണ്ടോ KTUവിൽ? കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ല KTUവിൽ. 3, രജിസ്ട്രാർ ഉണ്ടോ KTUവിൽ? രജിസ്ട്രാർ ഇല്ല KTUവിൽ. 4, ഞങ്ങൾ ചോദിക്കട്ടെ, ഈ സർവകലാശാല കെട്ടിടത്തിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഒരാൾ ഇപ്പോ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, ഇതൊരു സർവകലാശാലയല്ലേ. ഈ സർവകലാശാലയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ടേ? വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഹരിക്കാൻ ഈ സർവകലാശാലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരില്ലാതെ പോയാൽ പിന്നെ ആരാണ് പരിഹരിക്കുക? ഡോക്ടർ ശിവപ്രസാദിന് കേരള ഗവർണറുടെ ചാൻസലർ ആയതുകൊണ്ട് അടുക്കളയിൽ പോയി അരി കഴുകി കൊടുക്കാനും ചാൻസലറുടെ തുണി കഴുകി കൊടുക്കാനും ചാൻസലർക്ക് വീട്ടുവേല ചെയ്യാനും സമയമുണ്ടാകുമ്പോഴും ഇവിടെ പ്രോ ചാൻസലറെ നിയമിക്കാൻ സമയമില്ല, പ്രോ വൈസ് ചാൻസലറെ നിയമിക്കാൻ സമയമില്ല, രജിസ്ട്രാറെ സ്ഥിരമായി നിയമിക്കാൻ സമയമില്ല, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ സ്ഥിരമായി നിയമിക്കാൻ സമയമില്ല, റിസർച്ച് ഡീനിനെ നിയമിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. പ്രിയപ്പെട്ട ഡോക്ടർ ശിവപ്രസാദെ, കേരളത്തിലെ KTUവിന്റെ VC എന്ന നിലയിൽ നിങ്ങൾ ശമ്പളം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ബോധ്യപ്പെടേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് ശമ്പളം എണ്ണി തരുന്നത് ചാൻസലർക്ക് കറി വെച്ചു കൊടുക്കാനല്ല എന്ന ബോധ്യം കേരളത്തിലെ KTUവിന്റെ വൈസ് ചാൻസലർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നല്ല മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ ചിലപ്പോൾ ചാൻസലർക്ക് നല്ല മോഹം ഉണ്ടാവും. കുറച്ച് കൊടംപുളിയുമായി ചാൻസലറിന്റെ റൂമിലേക്ക് പോകലല്ല KTU സർവകലാശാലയുടെ VCയുടെ പണി. ആ പണിയെടുക്കാൻ ഇവിടെ ഉണ്ടാവണം. ആ പണി എടുപ്പിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെയുണ്ട്.